ഹായ് ഹലോ ഇറ്റ്സ് മീ ആര്യ നിമ്മി. അപ്പോൾ ഇന്ന് അങ്ങനെ കുറേ നാളിന് ശേഷം ഒന്ന് ചാലക്കകത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ചാലക്കകത്തൊക്കെ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി മാറ്റി തിരിഞ്ഞിട്ടൊക്കെ വരണം. അപ്പോൾ ആദ്യം വ്ളോഗ് ആക്കണ്ടെന്നാണ് വിചാരിച്ചത്, പിന്നെ വിചാരിച്ച് പോയി അതിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ എന്നാൽ പിന്നെ അതൊരു പക്ക ഒരു വീഡിയോ ആയിട്ട് ഒരു വ്ളോഗ് പോലെ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് മിസ്റ്ററി ലൈഫ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോണ വഴിയിട്ട് കാണാം. എനിക്ക് എൻ്റെ ഒരാളിനെ പിക്ക് ചെയ്യാനുണ്ട്, അഞ്ജുവിനെ പിക്ക് ചെയ്യണം. അവിടെ നിന്ന് വേണം അവളെയും കൊണ്ട് നേരെ അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞാൻ പിക്ക് ചെയ്തിട്ട് അവളുമായിട്ടുള്ള ബാക്കി വീഡിയോസ് വരാം. ദേ വരുന്നു നമ്മുടെ താരം കിരീടം ചൂടി ഞങ്ങൾ പോവുകയാണ് ഗൈസ്. കേറിക്കോ. കേറിയ അപ്പം ഞങ്ങൾ ടാറ്റ ബൈബിൾ പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ചാലയിലെത്തി. ഇത് 24/7 കോൾ മാത്രമേ ഉള്ളൂ. ഒരു റൗണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു, ഇനി ബാക്കി സാധനം വാങ്ങിക്കാൻ അടുത്ത ഷോപ്പിൽ കയറാം. ഷാൻകോയിൽ കയറാം. പച്ച തന്നെ വേണം. കടും പച്ച. ബ്ലൗസൊക്കെ വർക്ക് ചെയ്യണേൻ്റെയും ചുരിദാർ വർക്ക് ചെയ്യണേൻ്റെയും കമനീയമായി ശേഖരം ഏതായിട്ടും ഇവിടെ കിട്ടും. സെക്കൻഡ് സ്റ്റഡിങ് ഇങ്ങനെ നോക്കി വന്നപ്പോൾ കമ്മലിൻ്റെ കമനീയമായ ശേഖരം. എന്നെ പിന്നിലേക്ക് വലിച്ച് അഞ്ചു കമ്മൽ കണ്ട എൻ്റെ ബോധം പോകുന്ന അവൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് പതിയെ നൈസായിട്ട് എന്നെ പിന്നിലേക്ക് വലിച്ചു. ഇല്ലടി, ഞാൻ വാങ്ങിച്ചിരിക്കും. സൂപ്പർ കമ്മലാണ്. ഇത് അടക്കണം. അടിപൊളി കമ്മലുകൾ, ട്രഡീഷണൽ കമ്മലുകൾ. സിൽവറും ഉണ്ട്, ഗോൾഡും ഉണ്ട്. എന്താ അല്ലേ, സെക്കൻഡ് സ്റ്റഡ് നോക്ക്, എത്ര കളറുകൾ, എത്ര മോഡലുകൾ ഇതേ ഇരിക്കുന്നു. ഒന്ന് പുതിയൊരെണ്ണം ഞാൻ കണ്ട്, ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ശങ്കാണോ? അല്ല, ഇത് തൂക്ക്. നല്ല വെയിലും നല്ല ചൂടും. അപ്പോൾ നമ്മളെല്ലാ സാധനമൊക്കെ വാങ്ങിച്ച് ഇനി നേരെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ട്? ഉറക്കെ പറ. ലുലു മോൾ. ഇനി നമ്മൾ നേരെ പോവുകയാണ് ഗേസ്. ഇങ്ങോട്ടേക്ക് ലുലു മോളിലേക്ക്. നമ്മൾ എന്തിനാണ് ലുലു മോളിലോട്ട് പോകണം? ഫുഡ് മതിയേ മറ്റേ പാട്ട് സന്തോഷിക്കാൻ. ഫുഡ് മതിയേ, ഫുഡ് മാത്രമേ ലുലു മോളിൽ എത്തിയിട്ട് കാണാന്ന് പറ. അറിഞ്ഞൂടാ, യൂട്യൂബ് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. ഞങ്ങൾ ശൂശു വിളിച്ചാലത് ഞങ്ങൾ നോക്കൂല. ഞങ്ങൾ എത്ര കാര്യം നെയ്ക്കില്ലേ, ചേട്ടന്മാർ രണ്ട് സൈഡിൽ ശൂശു വിളിക്കുന്നുണ്ട് ഗൈസ്. ചാലയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ, അങ്ങനെയല്ല, ചാലയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ശൂശു അഞ്ച്. ഞാൻ അതിന് കുറച്ച് പച്ച ആപ്പിൾ വെച്ചിട്ട് വേണ്ട. കുറേ സാധനങ്ങളുണ്ട്. ഇത് വാങ്ങിച്ചു നോക്കാമായിരുന്നു ഒരെണ്ണം പെർ പീസ്. വൈറ്റിൻ്റെയാണ്, അത് ചോക്ലേറ്റിൻ്റെ. ഇതൊരെണ്ണം വാങ്ങിക്കാം. ഇത്
ഈ ഐറ്റം ഫ്രഷ് ക്രീം ക്ലിയർ. സംഭവം എന്താണെന്ന് പറഞ്ഞു ഇവിടെ വെറുതെ വാങ്ങി കഴിച്ച് നോക്കാം, എന്താണ് ടേസ്റ്റ് നോക്കാൻ. പിന്നെ എനിക്ക് കണ്ടു കപ്പ് കേക്ക് ട്രിപ്പിൾ വൈറ്റ് ചോക്ലേറ്റ് 50 രൂപയുള്ള ഒരു കപ്പ് കേക്ക് കഴിച്ച് നോക്കാം എന്താണെന്ന്. ഞാൻ പയ്യും കഴിച്ചിട്ടില്ല, അതും വാങ്ങിച്ച് നോക്കാം. ഇപ്പം എല്ലാം വാങ്ങിച്ച് നോക്കണ കൊള്ളുണ്ട്. പൈനാപ്പിൾ ഡാൻസ് അതിന് എന്തൊക്കെ ഐറ്റമാണില്ലേ. എന്തായാലും 2-3 ഐറ്റം വാങ്ങിച്ചിട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ മേളിൽ പോയി കാണിച്ചു തരാം. ടിപ്പർ തോന്നപ്പോൾ ഫുള്ള് മറ്റേ സ്പൈസി സാധനങ്ങൾ, ചിക്കൻ സോസേജ്, പാൻ പിസ്സ ചെറുത് കൊള്ളാം കേട്ടോ, ബ്രെഡിൽ ചെയ്ത് വെച്ചേക്കാണ്. ഇത് പിന്നെ സ്വീറ്റ്സ് പൈനാപ്പിൾ ബാബ്ക ബണ്ണ് എന്തായിട്ടാണെന്നൊന്ന് പറഞ്ഞോടെ ഒന്ന് വാങ്ങിച്ചാൽ കൊള്ളായിരുന്നു. ആ ചെയ്യോ കഴിക്കും, കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. ഞാൻ കഴിക്കും. അവളെന്നെ തടിയിപ്പിക്കാൻ കൊണ്ട് ഇടക്കിയിട്ടവള്. ഇതൊക്കെ ചീസ് പ്ലേറ്റ് എനിക്കറിയാൻ പാടില്ല, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. പക്ഷേ എനിക്ക് കൊള്ളാം കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കിത് വാങ്ങിക്കുന്നത് 2-3 എല്ലാവരും എന്നോട് തടി വയ്ക്കുന്ന എന്തേ, തടി കൂടുന്ന എന്തേ എന്നുള്ള ചോദ്യം ചോദിക്കൂലേ. ഇതൊക്കെയാണ് കാരണം. കൂടെ വന്നിട്ട് പ്രലോഭനം, വാങ്ങിച്ചു തരാം. 145 ഗ്രാം കുഴപ്പമില്ല. എല്ലാം വാങ്ങിച്ചു എന്നെ തീറ്റിക്കുന്നതേ ഒരേ ഒരാൾ. ഞാൻ ഇതുവരെ അതിനത് ഉറക്കെ പറഞ്ഞാണ് നാട്ടിലെ സംക്രാന്തിക്കാണ് ഒരു ദിവസം ഇല്ലടി, ഞാൻ ഇപ്പോൾ കഴിക്കാറില്ല. ഇവിടെ ഒരു ഐറ്റം ഉണ്ട് ബക്ലാവ, ഞാൻ കാണിച്ചു തരാം. ഞാൻ മറ്റേ സ്വീറ്റ് സ്മിത്ത് ഉണ്ടല്ലോ, സ്വീറ്റ് സ്മിത്തിലെ ബക്ലാവ കഴിച്ചിട്ടുണ്ട്. പൊള്ളി സാധനമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 2 ദിവസം മുന്നേ ഇവിടെ വന്ന് ഞാൻ ഈ ബക്ലാവ വാങ്ങിച്ചു. ബക്ലാവ ക്യാഷ് 85. എൻ്റെ അമ്മോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് സ്മിത്തിലെ ബക്ലാവ ഒന്നുമല്ല, അമ്മ അവർ ടേസ്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 85-ൻ്റെത് ഒരു 4 പീസ് കിട്ടും, ഒരു 100 ഗ്രാമിൻ്റെത്. ആ 4 പീസിൽ ഒരെണ്ണം കഴിക്കണം. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ക്വാണ്ടിറ്റിയൊക്കെ സ്വീറ്റ് സ്മിത്തിനെക്കാളും അടിപൊളി. എന്നെ വേഗം കൊണ്ടുപോവുക, ആരെയും പ്രത്യേകം ശ്രദ്ധിക്കും. അങ്ങോട്ട് ചിക്കനിൻ്റെ മണപ്പിച്ച് എവിടെ നിൽക്കാൻ നോക്കുക. ബിരിയാണി, നൂഡിൽസ് എല്ലാം ഉണ്ട്. ഓ, ഇവൾ അച്ചാറിൻ്റെ ആളാണ്. അച്ചാർ എനിക്കുണ്ട്, മറ്റേ മാങ്ങ അച്ചാർ. മാങ്ങ അച്ചാർ മറ്റേ ഇല്ല, ഉണക്കിയ മാങ്ങയുടെ അച്ചാറുണ്ടല്ലോ അത്. ഓ, ഇതൊരു മണമാണ്. ചിക്കൻ ടിക്ക വറുക്കും. ഇതൊന്നും ഇനി നമ്മൾ വാങ്ങിക്കുന്നില്ല. ഇത് നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഇനി അവിടെ നിന്നുള്ള അലിബിലിബിലിബിലിബിലിയുടെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. വാങ്ങുന്നു, തിന്നുന്നു, മതിമറക്കിരിക്കുന്നു, വണ്ടി ഓടിക്കുന്നു, വീട്ടിൽ പോകുന്നു. അതാണ് ഇനി അടുത്ത ലക്ഷ്യം. ഇനി ഇത് കൊണ്ടുപോയത് ബില്ലടിക്കണം. ഇതെന്തൊക്കെ വാങ്ങിച്ചു, എന്തൊക്കെ എടുക്കുന്നു എന്നുള്ളത് ഫുഡ് കോർട്ടിൽ പോയി ഇരിക്കുമ്പോൾ കാണിച്ചു തരാം.